ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുനീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ ശ്രീമാൻ ജയരാജൻ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും നേരിട്ട് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെ പിന്തിരിഞ്ഞു പോന്ന ഒരാൾ വീണ്ടും നമ്മളെ കാണാൻ ശ്രമിക്കുന്നു, കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ഒരാളെയല്ല പിന്നീട്. പക്ഷേ എന്നാലും ഒരു പാർട്ടിയുടെ ഇത്തരം ഒരു പ്രവർത്തനം എത്തി, അതിൽ ഞാനും അദ്ദേഹവും 3 തവണ കണ്ടതിന് ശേഷവും വീണ്ടും എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാനത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണെന്നേ, ഇത് സ്വയം ആർജിച്ച ചില നേതാക്കന്മാർ സ്വേച്ഛാധിപതികളെപ്പോലെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള TP ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ വെട്ടുവെട്ടി 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, പിഞ്ചു കുട്ടികളുടെ കൺമുന്നിലിട്ടുകൊണ്ട് ക്ലാസ് മുറിയിൽ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കറി കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം, അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ അത്രയും അസ്വസ്ഥതയുണ്ടായിട്ടായിരിക്കണം അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടാകുക. ആ എടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ അദൃശ്യ ഘടകമായിട്ട് പ്രവർത്തിക്കാനൊക്കെ തൻ്റെ ഇടവും പ്രാപ്തിയുമൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് കൂടി അറിവുണ്ട് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത്. അല്ല, എനിക്ക് ദേശീയ തലത്തിൽ നിന്ന് വളരെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് കിട്ടിയത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അറിയാം. മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ 8ഓളം വരുന്ന സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ. വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ ആളുകൾ വരുന്ന സമയത്തും ആ ദേശീയ ഓഫീസിനകത്തും ഒക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പോയിരുന്നതും മുന്നോട്ട് പോരുന്നതുമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യവുമാണ്. മാത്രവുമല്ല, ഇവിടെ തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കർജി പോലും ഈ കേരളത്തിൻ്റെ പ്രഭാരിയായി വരുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞതാണ്. അല്ല, സംസ്ഥാന നേതൃത്വം എന്ത് വിശദീകരണമാണ് ഇനി നൽകേണ്ടത്? പല ആളുകളും വളരെ വ്യക്തമായി തന്നെ അല്ല, ആരാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ആക്രമിക്കാനും എന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കഠിനമായിട്ട് ചൂടനുഭവിച്ച് നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഇത്തരം ഒരാൾ വന്ന് എനിക്കെതിരായിട്ടുള്ള ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ, കാരണം അമിത്ഷാജി വന്നിരിക്കുകയാണ്, അമിത്ഷാജി വന്ന് ഇവിടെ കരിമണൽ കർത്തയ്ക്കെതിരെ കരിമണൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ചില ആളുകളെല്ലാം അഴിമതി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തി. എന്തുകൊണ്ടാണ് TG നന്ദകുമാറിനെ EP ജയരാജൻ ഇതുവരെ തള്ളിപ്പറയാത്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു.